ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് ഇന്ത്യ എൻ്റെ രാജ്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ പ്രത്യേകതയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പലതും നമുക്കിപ്പോഴും അറിയില്ല അല്ലേ. അപ്പോൾ അതിലെ കുറേ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ യൂണിറ്റിനകത്ത് പഠിക്കാൻ പോകുന്നത്. പാഠഭാഗം മുഴുവനായി ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ആക്ടിവിറ്റീസ് മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് ഒരു ചിത്രകഥ കാണുന്നുണ്ട്. നമുക്ക് ആ ചിത്രകഥയൊന്ന് കേട്ടു നോക്കാം. ഇവിടെ നോക്കൂ, ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. ഇവിടെ ഈ ചിത്രകഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിദേശികൾ ഇന്ത്യയിൽ വന്നത്? അതെ, അവർ ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും ഒക്കെ വാങ്ങുന്നതിനായിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, വിദേശികൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അവരെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ ഉത്തരം പറയും? കപ്പലുകളിലാണ് അവരെന്ത് ചെയ്തത്, ഇന്ത്യയിലേക്ക് വന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ വിദേശികൾ കപ്പലുകളിൽ വന്നു പറഞ്ഞു. അവർ വന്നപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ മൊത്തത്തിലൊന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ആ നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കാം. അവർ പതിയെ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി, രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വാങ്ങിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാരെങ്ങനായിരുന്നു, പരസ്പരം ശത്രുക്കളായിരുന്നു. അവർക്ക് ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരവസ്ഥ. ഇത് മുതലെടുത്തുകൊണ്ടാണ് വിദേശികൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഫാക്ടറികൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഇങ്ങനെ എളുപ്പത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്? അതെ, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ മെച്ചപ്പെട്ട യുദ്ധതന്ത്രങ്ങളും അതുപോലെ തന്നെ പീരങ്കി, തോക്ക് തുടങ്ങിയ ആയുധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അവർക്ക് ഇങ്ങനത്തെ ആയുധങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ള തന്ത്രങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ അവരുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇന്ത്യക്കാർക്ക് വിദേശികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങളാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നടന്നതുണ്ട്, ഇന്ത്യയിലൊട്ടുക്ക് നടന്നതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്, അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോരാട്ടങ്ങളെ, സമരങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് 1930-ലാണ്. അപ്പം അന്നത്തെ കാലത്ത് ആളുകൾക്ക് കടൽ വെള്ളം വറ്റിച്ചു ഉപ്പുണ്ടാക്കുന്ന ജോലി ഉണ്ടായിരുന്നു. ആ ചെയ്യുന്ന ജോലിക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി, നികുതി ഏർപ്പെടുത്താൻ തുടങ്ങി. നികുതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തുക അവരങ്ങ് നിശ്ചയിക്കും. അത്രയും കാശ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം.
ഇങ്ങനെയൊരവസ്ഥ വന്നപ്പോൾ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ച് അതിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രക്ഷോഭത്തെയാണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഒരു പാരഗ്രാഫായിട്ട് എഴുതി കൊണ്ടുപോകാനുണ്ട്. അപ്പം അതിനുള്ള ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പറയാൻ പോകുന്നത്. ഉപ്പു സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കടലോര ഗ്രാമങ്ങളിലെ അനേകം സാധാരണക്കാർ കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് സോൾട്ട് ആക്ടിൻ്റെ പിൻബലത്തിൽ ഉപ്പു വ്യവസായത്തിൻ്റെ കുത്തക ബ്രിട്ടൻ കൈയടക്കി. കടൽ തീരത്തു നിന്ന് ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷ് അധികാരികൾ നികുതി ഏർപ്പെടുത്തി. നിയമം ലംഘിച്ച് ഉപ്പെടുക്കുന്നത് 6 മാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി പരിഗണിക്കപ്പെട്ടു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരെ സാധാരണക്കാരെ അണിനിരത്താൻ ഉപ്പിനെ സമരായുധമാക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ പ്രതിഷേധത്തിനായി ഒരുമിച്ചു. 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും 78 അനുയായികളും ജാഥയായി നീങ്ങി. കടന്നുപോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ധാരാളം പേർ യാത്രയിൽ പങ്കുചേർന്നു. ചിലയിടങ്ങളിൽ ജാഥ കിലോമീറ്ററുകളോളം നീണ്ടു. സരോജിനി നായിഡുവിനെ പോലെയുള്ള നേതാക്കളാണ് യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചത്. ഏപ്രിൽ 5 ആകുമ്പോഴാണ് ദണ്ഡി കടപ്പുറത്ത് അവരെത്തുന്നത്. പിറ്റേന്ന് രാവിലെ ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് കടലിൽ നിന്ന് ഉപ്പ് വാരിയെടുത്തു. കടപ്പുറത്തെ ചെളി നിറഞ്ഞ മണ്ണ് കയ്യിലെടുത്ത് ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഞാൻ കുലുക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. ഉപ്പു സത്യാഗ്രഹം ക്രമേണ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അധികം വൈകാതെ ഗാന്ധിജി അറസ്റ്റിലായെങ്കിലും സമരം 1 വർഷത്തോളം നീണ്ടു. ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണക്കാരെ അടുപ്പിക്കാനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വീര്യം പകരാനും ഉപ്പു സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ലോക ശ്രദ്ധയാകർഷിക്കാനും ഈ സമരം വഴിതെളിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇനി ഉപ്പു സത്യാഗ്രഹം പോലെ തന്നെ മറ്റൊരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് ഉടൻ അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തിനായി സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഭാരത് ചോഡോ ആന്തോളൻ അഥവാ ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നും ഇതറിയപ്പെടുന്നു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിലേക്ക് നീങ്ങുമെന്നായിരുന്നു പ്രമേയത്തിലെ വസ്തുത. പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തു. ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ ഗാന്ധിജിക്ക് പിന്തുണ നൽകി നേതൃത്വത്തിലേക്ക് എത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആവേശം നിറഞ്ഞ മുദ്രാവാക്യം ഗാന്ധിജി അവതരിപ്പിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു. ബ്രിട്ടീഷുകാരുടെ അധികാര ഗർവിനെ മറികടക്കാൻ ഇന്ത്യൻ ജനതയ്ക്കു കഴിയുമെന്ന ആത്മവിശ്വാസം സമരക്കാരിൽ ഉണർന്നു. ഇന്ത്യയിലെങ്ങും സമരം വ്യാപിച്ചു. അനേകം പുതിയ നേതാക്കൾ ഉദയം ചെയ്തു. സമരക്കാരുടെ ആവശ്യങ്ങൾക്കു വഴങ്ങാൻ ഭരണകൂടം നിർബന്ധിതരായി. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു സമരമാണ് എന്ത്, ക്വിറ്റ് ഇന്ത്യ സമരം. ഈ 2 സമരങ്ങളാണ് നമുക്കിവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങൾ എന്നുള്ള ഒരു രീതിക്ക് പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം കേരളത്തിലും ഉണ്ടായിരുന്നു. ഉപ്പു നിയമം കേരളത്തിലും എന്ത് ചെയ്തു, ലംഘിക്കപ്പെട്ടു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്ത് എന്ത് ചെയ്തു, ഉപ്പു നിയമം ഇതുപോലെ ലംഘിക്കപ്പെട്ടു. ആ സമയത്ത് അതിനെതിരെ നമ്മുടെ കേരളത്തിൽ സമരത്തിന് നേതാവായി വന്ന ആളാണ് കെ കേളപ്പൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ
ഗാന്ധി അല്ലെങ്കിൽ കേരള ഗാന്ധി എന്ന പേരിലാണ് കെ കേളപ്പൻ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനൊരു ഉദാഹരണമാണ് മലബാർ കലാപം, അതുപോലെ പുന്നപ്ര വയലാർ സമരം, വാഗൺ ട്രാജഡി, പൂക്കോട്ടൂർ കലാപം. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള കലാപങ്ങളാണ്. എല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമ്മളിതിൽ സ്വാതന്ത്ര്യ സമര നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമര നേതാക്കളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് മഹാത്മാഗാന്ധിയെയാണ്, അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് വിവരണം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനൊക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ നെഹ്റുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. സ്വാതന്ത്ര്യം നേടിയ വിവരം ആദ്യമായി പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ കുട്ടികൾ ഇദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ താഴെ ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരങ്ങളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഈ ദിനം ഏതു പേരിൽ അറിയപ്പെടുന്നു? നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? നവംബർ 14-നാണ്, അല്ലേ? ഈ ഒരു ദിവസം എന്തിൻ്റെ പേരിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്? അതെ, ശിശുദിനം എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. നെഹ്റുവിന് കുട്ടികളോടുള്ള താല്പര്യം കണക്കിലെടുത്തിട്ടാണ് നെഹ്റുവിൻ്റെ ജന്മദിനം എന്തായിട്ട് ആഘോഷിക്കുന്നത്, നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം: നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ഒരു ആത്മകഥ അല്ലെങ്കിൽ ടുവേർഡ്സ് ഫ്രീഡം എന്നാണ്. ഈ രണ്ട് പേരിലും അതറിയപ്പെടുന്നുണ്ട്. ഒരു ആത്മകഥ എന്നോ ടുവേർഡ്സ് ഫ്രീഡം എന്നോ പറഞ്ഞാൽ അതെന്താണ്? നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരാണ്. ഓക്കെ. ഇനി ഗാന്ധിജിയെയും നെഹ്റുവിനെയും പോലെ തന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആളുകളാണ് സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭരത് സിംഗ്, അരുണ ആസിഫ് അലി ഖാൻ, അബ്ദുൽ ഖാദർ ഖാൻ. ഇവരെക്കുറിച്ചുള്ള ഒരു പട്ടിക നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ തരുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായി ആരെക്കുറിച്ച് പറയുന്നു എന്ന് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഒന്നാമത്തേത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ആരെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്? സരോജിനി നായിഡുവിനെ കുറിച്ചാണ്. 2, ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ഏറ്റവും കുഞ്ഞു വയസ്സിൽ തന്നെ രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ് ഭഗത് സിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് ആരെ കൊടുക്കാം? ഭഗത് സിംഗിനെ കൊടുക്കാം. മൂന്നാമത്തേത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത് ആരെയാണ്? അരുണ ആസിഫ് അലി. 4, നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ലോകമാന്യ എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലക്. അടുത്തത്, ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ലാസ്റ്റ് വൺ, ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഒക്കെ ആയിട്ട് നിങ്ങൾ ഭരണഘടന എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഭരണഘടന ഉണ്ടാക്കുന്നതിനായിട്ട് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് BR അംബേദ്കർ.
ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ. അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഈ ഭരണഘടന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാരുടെ അവകാശങ്ങൾ, അതുപോലെ അവരുടെ ചുമതലകൾ, പിന്നെ സർക്കാരുകൾ, ഓരോ സർക്കാരിൻ്റെയും തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഈ ദിവസങ്ങളൊന്നും മറക്കരുത്. പരീക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ക്വിസ് പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്കവിടെ കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം, അതായത് ജനുവരി 26 അല്ലേ, ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ജനുവരി 26 ഏത് പേരിലാണ് ആഘോഷിക്കുന്നത്? അതെ, റിപ്പബ്ലിക് ദിനം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ദിവസത്തെ പറയുന്നത് അല്ലേ. അപ്പോൾ റിപ്പബ്ലിക് ദിനമായിട്ടാണ്, ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ഭരണഘടനയുടെ ശില്പി? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം, അതായത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മളുടേത്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളായിരുന്നു, അവിടെ രാജാക്കന്മാരായിരുന്നു എന്നെല്ലാം അല്ലേ. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോരോ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രദേശങ്ങളുടെ രീതിക്കനുസരിച്ചും അവയുടെ ഭാഷയുടെ അടിസ്ഥാനത്തിലുമൊക്കെ വേർതിരിച്ചു. അങ്ങനെ വേർതിരിച്ചപ്പോൾ പ്രത്യേകമായിട്ട് വീണ്ടും രൂപം കൊണ്ട പ്രദേശങ്ങളെ നമ്മൾ സംസ്ഥാനങ്ങളെന്ന് പേരിട്ട് വിളിച്ചു. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണസിരാ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്നത് തലസ്ഥാനം എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനവുമാണ് നിങ്ങൾ ഈ ഭൂപടത്തിൽ കാണുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാണ്. അതായത് 28 സംസ്ഥാനങ്ങളുടെ പേരുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കൂ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, തെലുങ്കാന, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഗുജറാത്ത്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ, ത്രിപുര, മിസോറാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, സിക്കിം. ഇത്രയുമാണ് 28 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ? നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ഇതൊക്കെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം, അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്. ഈ 5 സംസ്ഥാനങ്ങളാണ് അറബിക്കടലിൻ്റെ തീരത്തുള്ളത്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേത്? ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നത്. നെക്സ്റ്റ് വൺ ഒരു പദപ്രശ്നമാണ്. അവിടെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബാംഗ്ലൂരു ആണ് തലസ്ഥാനം. ബാംഗ്ലൂരു തലസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 2, അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം, ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു, മഹാരാഷ്ട്രയാണ് ഉത്തരം. 3, അയൽ രാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്, ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. ആരാണത്? മിസോറാമാണ്. ഓക്കെ. 4, കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. കൊഹിമ തലസ്ഥാനമായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്.
5. ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ രാജ്യമാണ്. ആസാമിൻ്റെ അയൽ രാജ്യമായ ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള സംസ്ഥാനം മേഘാലയയാണ്. 6-ാമത്തെ ചോദ്യം, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ്. ആരാണത്? ഹരിയാന. ഇനി താഴോട്ട്, വലുപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്തിലാണ്. ആരാണ്? മധ്യപ്രദേശ്. 7. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. 8. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. ചെന്നൈ തലസ്ഥാനമായിട്ടുള്ള നമ്മുടെ അയൽ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അടുത്ത ചോദ്യം 9. ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഇനി 10 മുകളിലോട്ടാണ്. അത് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പാട്നയാണ് തലസ്ഥാനം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പാട്ന തലസ്ഥാനമായിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഓരോ സംസ്ഥാനവും അവിടുത്തെ ഭാഷയുമാണ്. ഓക്കെ, അപ്പോൾ ഓരോ സംസ്ഥാനത്തിലും ഓരോ ഭാഷയാണ്. നമ്മൾ പറഞ്ഞു, ഭാഷയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്ത് ഏത് ഭാഷയാണ്? തെലുങ്കാണ്. തെലുങ്കാനയിൽ തെലുങ്കും ഉറുദുമാണ് ഭാഷ. മഹാരാഷ്ട്രയിൽ മറാത്തി, ഒഡീഷയിൽ ഒറിയ, തമിഴ്നാട്ടിൽ തമിഴ്, കർണാടകയിൽ കന്നഡ, ഹരിയാനയിൽ ഹിന്ദി അല്ലെങ്കിൽ പഞ്ചാബി, സിക്കിമിൽ നേപ്പാളി, മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് മണിപ്പൂരിയാണ് ഭാഷ. കേരള സംസ്ഥാനത്ത് ഏതാണ് ഭാഷ? അതെ, മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങളിലെ ഭാഷ പറഞ്ഞതുപോലെ തന്നെ അവിടെ അവരുടെ വസ്ത്രധാരണത്തിലും ആഘോഷങ്ങളിലുമെല്ലാം വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ആഘോഷിക്കുന്ന കുറച്ച് ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്, ഓണം, ഹോളി, ദസറ, പൊങ്കൽ, ഗണേശ് ചതുർത്ഥി. ഇതെല്ലാം ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുണ്ട്. പേജ് നമ്പർ 43 കാണുന്ന ആക്ടിവിറ്റിയാണിത് കേട്ടോ. ഇനി നമ്മൾ ചില സംസ്ഥാനങ്ങളിലെ കലാരൂപത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓരോ സംസ്ഥാനത്തിനും തനത് കലാരൂപങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് ഇത്, മോഹിനിയാട്ടം. ഇനി തമിഴ്നാടിന് ഭരതനാട്യം, ആന്ധ്രാപ്രദേശിന് കുച്ചിപ്പുടി, ഉത്തർപ്രദേശിൽ കഥക്, മണിപ്പൂരിൽ മണിപ്പൂരി, കർണാടകയിൽ യക്ഷഗാനം, മഹാരാഷ്ട്രയിൽ തമാശ, ഗുജറാത്തിൽ ഗർബ, ഒഡീഷയിൽ ഒഡീസി, അസാമിൽ ബിഹു, മേഘാലയയിൽ വാങ്കല, പഞ്ചാബിൽ ബാൻഗ്ര. പേജ് നമ്പർ 44 നിങ്ങൾക്കൊരു കോളം തന്നിട്ടുണ്ട് പട്ടിക പൂർത്തിയാക്കാൻ. അവിടെ നിങ്ങൾക്ക് ഈ കലാരൂപങ്ങളുടെ പേരുകൾ എന്ത് ചെയ്യാം? ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ദേശീയ അടയാളങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഭാഷയും വേഷവും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക അടയാളങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ അതാണ് നമ്മുടെ അടയാളം. അപ്പോൾ ദേശീയ അടയാളങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്? നമുക്കൊരു ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്, ദേശീയ മുദ്ര, ദേശീയ പതാക, ദേശീയ പുഷ്പം, ദേശീയ വൃക്ഷം, ദേശീയ കലണ്ടർ, ദേശീയ പക്ഷി, ദേശീയ ചിഹ്നം, ദേശീയ ഭാഷ. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് മാത്രമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ദേശീയ അടയാളങ്ങളുണ്ട്. ഇതിലൊന്നാമതായി ദേശീയ ഗാനം, നമ്മൾ ജനഗണമന ആലപിക്കാറുണ്ടല്ലേ. ആരാണ് ജനഗണമന രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി രവീന്ദ്രനാഥ ടാഗോർ ഏത് ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതിയത്? ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എഴുതിയിട്ടുള്ളത്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? നമുക്കറിയാം അല്ലേ. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമ്മളെല്ലാവരും അറ്റൻഷനായിട്ടാണ് നിൽക്കുക. അറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? കാലുകൾ ചേർത്ത് പിടിച്ച് കൈകൾ വശങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നേരെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ പതാകയുടെ ദിശയിലേക്ക്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമുക്ക് ദേശീയ ഗാനം വരുന്നത് ആ സംഗീതത്തിൻ്റെ ഉറവിടത്തിലേക്ക് അഭിമുഖമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. തിരിഞ്ഞു നിൽക്കരുത് എന്നർത്ഥം.
മൂന്നാമത്തെ ചോദ്യം, ദേശീയഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്ര? 52 സെക്കൻഡ്. ഇനി സ്കൂളുകളിലൊക്കെ പോയി ദേശീയഗാനം കേൾക്കുമ്പോൾ ഒന്ന് സമയമൊക്കെ നോക്കുക കേട്ടോ. 52 സെക്കൻഡ് കൊണ്ട് തന്നെ അവർ ദേശീയഗാനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി നമുക്കൊരു ദേശീയ മുദ്രയുണ്ട്. ദേശീയ മുദ്രയുടെ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 45 കാണാവുന്നതാണ്. അവിടെ ദേശീയ മുദ്ര നമുക്ക് അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ നാരാനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തൂപത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം 4 ദിക്കിലേക്കായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായിട്ടും ഉള്ളത്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ധർമ്മചക്രമുണ്ട്. അതിന് അശോക ചക്രം എന്നാണ് പറയുന്നത്. അശോക ചക്രത്തിൽ 24 ആരക്കാലുകൾ ഉണ്ട്. നമ്മുടെ പതാകയിൽ നിങ്ങൾക്ക് ഈ അശോക ചക്രം കാണാം അല്ലേ. ഇനി മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്, അതിൻ്റെ അർത്ഥമെന്ത്? സത്യമേവ ജയതേ എന്നാണ് മുദ്രയുടെ താഴെയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? സത്യം ജയിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാം? സിംഹമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, കടുവ ഉണ്ട്, സിംഹം, കാള, ആന, കുതിര. ഈ 5 മൃഗങ്ങളാണ് മുദ്രയിൽ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ദേശീയ ഗീതത്തെക്കുറിച്ചാണ്. ദേശീയ ഗീതം എഴുതിയിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏതാണ് നമ്മുടെ ദേശീയ ഗീതം? വന്ദേ മാതരം അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബംഗാളി ഭാഷയിലും സംസ്കൃത പദങ്ങളും ഒക്കെ ചേർത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ദേശീയ ഗീതം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദേശീയ അടയാളങ്ങൾ ഇനിയും ഒരുപാട് ഇന്ത്യ രാജ്യത്തിനുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും ഒക്കെ നമ്മൾ ദേശീയ അടയാളങ്ങളോടും കാണിക്കേണ്ടതുണ്ട്. ദേശീയ അടയാളങ്ങളെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ അനാദരവ് കാണിക്കുന്നത് ശിക്ഷാർഹമാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണത് അല്ലേ. നമ്മുടെ രാജ്യമാണ് നമ്മുടെ അഭിമാനം. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെയൊക്കെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നമ്മൾ എത്താൻ എത്ര ആളുകൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്ന് ഇപ്പം നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. ഇന്ന് പല നാടുകളിലായിട്ട് ഭാഷയിലും വേഷത്തിലും എല്ലാം വ്യത്യസ്തതയുള്ള നമ്മൾ ഇന്ത്യക്കാരെന്ത് ചെയ്യുന്നു, ഈ വൈവിധ്യങ്ങൾക്കിടയിലെല്ലാം ഞാൻ ഇന്ത്യക്കാരനാണ് എന്നുള്ള ഒരുമയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. ആ ഐക്യബോധത്തെ നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനവും. ഇവിടെ അങ്ങനെ ഭാഷയുടെ പേരിലോ വേഷത്തിൻ്റെ പേരിലോ ഒന്നും തന്നെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയില്ല. എല്ലാവരും ഒരുപോലെ. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത. അപ്പോൾ ഇന്ത്യക്കാരനാണ് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അല്ലേ. ഇനി നമ്മൾ ഇന്ത്യയുടെ ബാക്കിയുള്ള ദേശീയ അടയാളങ്ങളെ പരിചയപ്പെടാൻ പോവാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ പുഷ്പം താമരയാണ്, ദേശീയ മൃഗം കടുവ, ദേശീയ പക്ഷി മയിൽ, ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ ഫലം മാങ്ങ, ദേശീയ നദി ഗംഗ, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ചിഹ്നം അശോക സ്തംഭം, ദേശീയ ഭാഷ ഹിന്ദി, ദേശീയ കറൻസി രൂപ, ദേശീയ ഗെയിം ഹോക്കി, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.